ഹലോ ഫ്രണ്ട്സ്, സ്മൈൽ ടൈം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്ന് ആദിയോഗി ഇഷ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഷോപ്പിലുണ്ടായിരുന്നു, മെഡിക്കൽ ഷോപ്പിൽ. സോ അവിടെ നിന്നെടുത്തൊരു വീഡിയോ ആണത്. ആ ദിവസം നല്ല മഴയായിരുന്നേ. അവർ വന്നിട്ടുണ്ടായിരുന്നില്ല, അനിയനും നാത്തൂനും അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ കുറച്ച് നേരം കഴിഞ്ഞത് എത്തി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി. ചേച്ചി, മേമ, അമ്മ, പിന്നെ ഉണ്ണിക്കുട്ടൻ, പിന്നെ അമ്മൂട്ടി, ഞാൻ, ആര്യ, പിന്നെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാകേഷ് പറഞ്ഞിട്ട്. അവൻ ഭയങ്കര കോമഡി ആട്ടോ. അവനുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് നമ്മുടെ യാത്ര. അപ്പം ഫുള്ള് മഴയാണ്, നല്ല മഴയായിരുന്നു. സോ എന്തോരം മഴയായിരുന്നെന്നറിയോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെങ്ങനെ വണ്ടിയിൽ പോണ സമയത്ത് ആ ഒരു ക്ലൈമറ്റ്, സോ എന്ത് രസമാണ് കാണാൻ. നല്ല ക്ലൈമറ്റായിരുന്നു. ആ ഒരു എന്താ പറയുക, മലയൊക്കെ ഇല്ലേ, ആ ഒരു മലയൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. നല്ലൊരു മൂഡായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പക്ഷെ വണ്ടിക്കകത്തിരുന്ന കാരണം കൊണ്ട് തണുപ്പൊന്നും അറിയണില്ല. ഗ്ലാസ്സൊക്കെ തുറന്ന് വെച്ചപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, ഗ്ലാസ് അടയ്ക്കുകയെന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ ഗ്ലാസ്സിൽ കാണാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുക, ഗ്ലാസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ പോയി. വാളയാറ് എത്താനായി, ഏകദേശം വാളയാർ എത്താനായി. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത്യാവശ്യം നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. എവിടെ നിർത്തിയൊന്നുമില്ല. അങ്ങനെ പോയി. എന്തായാലും ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 5 മണി ആകാനായി, 4:45. 3 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. അവിടെ കണ്ടില്ലേ ഈ സംഭവം, നല്ല കോട ഇറങ്ങിയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, കുറേ കുട്ടികൾ കൂടിയിട്ട്, കുട്ടികളല്ല, കുറച്ച് കുട്ടികളാണ് തോന്നുന്നു. അവർ എന്താ പറയുക, അവിടെ എന്തോ ഒരു ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ടാ മുട്ടിയിട്ടാ അങ്ങനെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മുടെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മൂട്ടി അടുത്ത് നിന്നിട്ട് ഗ്ലാസ്സിലേക്ക് നോക്കുക. അപ്പം അമ്മ പറയുന്നുണ്ട്, വെറുതെ കുഞ്ഞ് കൈ പുറത്തിടല്ലേ എന്ന് പറയുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു മല. എന്ത് രസം കാണാൻ, അടിപൊളി ക്ലൈമറ്റ്. ഇതുപോലൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ലല്ലോ നമ്മൾ ഈ മഴ സമയത്ത്. പിന്നെ അതിന് ശേഷം നമ്മൾ ടോളെത്തിയപ്പോൾ അമ്മ പറയുന്നുണ്ടാവുന്നു, ഡോളൊക്കെ സംഭവം എന്താ ഈ ഡോളെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് അത് ഉണ്ണിക്കുട്ടൻ പറയണായിട്ട് അമ്മ ടോളാണ് ഉദ്ദേശിച്ചത്. പാവം എൻ്റെ അമ്മ. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. ടോളൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടില്ലേ, അവിടെ മലയൊന്നും കാണുന്ന പോലും ഇല്ല. അതൊക്കെ ഇറങ്ങി പാടത്തിൻ്റെ അവിടേക്ക് എത്തി. അടിപൊളിട്ടാ. ഉണ്ണിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക്, അമ്മ അത് അവിടെ ഉണ്ട്, എത്താനായി. അവൻ പറയുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കണം. ചില സമയത്ത് പൗസ് ചെയ്യും, ചില സമയത്ത് എടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് സ്പീഡിൽ പോകണ കാരണം കൊണ്ട് ഈ സംഭവം വേഗം കഴിഞ്ഞ് പോവുകയാണ്. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതങ്ങനെ പൗസ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചു. കുറേ ദൂരം അങ്ങനെ പോയപ്പോൾ പിന്നെ മലകളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ എടുത്തു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എനിക്ക് നല്ല സിഗ്നൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ കോട എത്താനായി, മല എത്താനായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓരോന്നിങ്ങനെ പറയും. റോഡൊക്കെ കണ്ടില്ലേ, എന്ത് രസം കാണാൻ. ആ ഒരു ഗ്ലെയർ കണ്ടില്ലേ, നമ്മൾ ആ വെള്ളം വീണിട്ടുള്ള ആ ഒരു ഗ്ലെയർ. ഉണ്ണിക്കുട്ടനും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മോളൂട്ടിനെ ഞാൻ അവിടെ ആക്കി. കാരണം എന്താ വെച്ചാൽ എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് മോളൂട്ടിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അവ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കണ്ടില്ലേ, അത്യാവശ്യം മഴയുണ്ട്, ചാറ്റിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം നല്ല ട്രിപ്പ്. എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അപ്പം ചേച്ചി ഒരു ഡയലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഇടയിൽ കൂടെ, നീ ഫോണ് പുറത്ത് വിട്ടിട്ട് നീ വീഡിയോ എടുക്കേണ്ട, ആരെയും തട്ടിക്കൊണ്ട് കൊണ്ടാവേണ്ട പറയണ്ടായിരുന്നു. ഈ 2 കുട്ടികളെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞത്. ആ ബൈക്കിൽ പോയില്ലേ, അവരെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പിന്നെ അതിന് ശേഷം ആര്യക്കുട്ടി ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നാത്തൂനാണേ. ചേച്ചി മോളൂട്ടിനെ കൊഞ്ചിക്കൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ നാത്തൂൻ, അനിയൻ്റെ വൈഫാണ്. അവൾക്ക് ആകെ ഒരു മൂഡ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു, ജലദോഷമോ പനിയോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവളൊരു മൂഡില്ലാതിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ എത്തി കണ്ടില്ലേ, നമ്മൾ തമിഴ്നാട് എത്തിയതിൻ്റെ ചെറിയ ഒരു ഇത് അറിയുന്നുണ്ട്.
ആ ഒരു പ്രത്യേകം. പക്ഷെ തമിഴ്നാട്ടിൽ മഴയില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അത്രയ്ക്ക് മഴയൊന്നുമില്ല. നല്ല എന്തോ തമാശ പറഞ്ഞ ചിരിക്കുക കേട്ടാ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല എന്താ പറഞ്ഞെന്ന്. എന്നോട് തന്നെ എന്തോ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുക. പിന്നെ അതിന് ശേഷം കണ്ടില്ലേ തമിഴ്നാട് എത്തിയപ്പോൾ അവിടെ മഴയില്ലേ, റോഡ് കണ്ടില്ലേ, അത്ര ഇതില്ല. പക്ഷെ കാർമേഘം മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് തന്നെയാണെങ്കിലും തന്നെ അത്ര മഴയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ തൊട്ട് മുന്നിൽ പോണ ആ വണ്ടിയില്ലേ, ആ വണ്ടി ഐഷയ്ക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങളവിടെ എത്തുന്നവരേക്ക് ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ഓപ്പോസിറ്റ് സൈഡ് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ലായിരുന്നു. അപ്പോൾ കുറേ നേരം അങ്ങനെ ബാക്കിലൂടെ തന്നെ പോയി. അപ്പം എനിക്ക് മനസ്സിലായി ഇവർ ഇഷയ്ക്ക് തന്നെയാണ് പോകണമെന്ന്. പിന്നെ അങ്ങനെ പോയി ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ പോയി. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ വണ്ടി ഫ്രണ്ടിലോട്ടാണല്ലോ പോണത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പതുക്കെ മൂവ് ചെയ്യാൻ പറ്റണുള്ളൂ. ഒരുപാട് അങ്ങോട്ട് സ്പീഡിൽ പോകാൻ പറ്റണില്ല. ഒരുപാട് തവണ നോക്കി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇഷയിലെത്തി കണ്ടില്ലേ, ആദ്യത്തെ ആ ഒരു ഗേറ്റ് വേ. ഞങ്ങൾ ഇഷയിലെത്തി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്മുക്കുട്ടിക്ക് ആകെ കരച്ചിലൊക്കെ വന്ന് അമ്മുവിനെ ഇത്തിരി നേരം എടുക്കാൻ പറഞ്ഞു. അമ്മയുടെ അടുത്ത് കൊടുത്തതിന് കരച്ചിൽ വന്നിട്ട് കണ്ണിൽ വെള്ളം നിൽക്കണുണ്ടില്ലേ പാവം. ഞാൻ ഇറങ്ങി. ഉണ്ണിക്കുട്ടൻ, ആര്യ, ചേച്ചി, മേമ, അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എന്താ തമാശ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. അമ്മയുടെ പേര് മനോമണി എന്നാണേ. അപ്പം അവിടെ ഒരു വാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ വാനിൻ്റെ പേരെന്താ അറിയോ? ശ്രീ മനോമണി എന്ന്. ഞാൻ കാണിച്ചു തരാവേ. ആ പേര് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി. അമ്മയുടെ പേരിൽ വണ്ടിയൊക്കെ ഉണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സെറ്റ്. ശ്രീ മനോമണി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഇതാ കണ്ടില്ലേ, ശ്രീ മനോമണി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ സന്തോഷമായപ്പോൾ ഞാനത് പ്രത്യേകിച്ചിട്ടൊന്ന് വീഡിയോ എടുത്താണ്. എന്തായാലും ഇനി കാണാലോ. പിന്നെ ഇപ്പുറത്തൊരു വണ്ടിയിൽ പേരെഴുതിക്കുന്ന നാഗവല്ലി എന്ന്. അപ്പോൾ നാഗവല്ലി, മനോമണി, അത് രണ്ടും നമ്മുടെ മണിച്ചിത്രത്താഴിൽ ലാലേട്ട സിനിമയിൽ വരുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അതൊരു നല്ലൊരു ക്ലൈമറ്റ് ആട്ടാ. ഒരു മഴ വരുന്ന ഒരു മൂഡ് തന്നെ ആയിരുന്നു. എന്നാലും തന്നെ എന്താ പറയുക, ആ ഒരു മൂടി നിൽക്കുന്ന ആ ഒരു മഞ്ഞ് ഒരു കാർമേഘം മൂടി നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ നല്ല തണുപ്പും കാറ്റും. ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് നടന്ന് പോകാനുള്ളൊരു അത്ര ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല. അമ്മക്കുട്ടി എൻ്റെ ഒക്കത്തുനിന്ന് മാറണേ ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നത് കണ്ടില്ലേ, നമ്മൾ ഇഷേൻ്റെ അടുത്ത് ആദിയോഗി അവിടെ എത്താനായി. പതുക്കെ നടക്കുകയാണ്. മേമയ്ക്കാണെങ്കിൽ കാലുവേദന വെച്ചിട്ട് ആ കല്ലിലൂടെ നടന്നിട്ട്. പിന്നെ ഞങ്ങളൊരു മണ്ടത്തരം ചെയ്തു. എന്താ സംഭവം എന്ന് വെച്ചാൽ അതിനകത്തേക്ക് പോകണ്ട, ഇനി അവിടെ ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടി ക്യൂ നിൽക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ ചെരുപ്പൊക്കെ എല്ലാം വണ്ടിയിൽ അഴിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് എന്തായി, കാലിൽ മൊത്തം ചളിയായി. കാല് നടക്കാനും പറ്റാത്തൊരവസ്ഥ. കാരണം ചെറിയമ്മയ്ക്കൊക്കെ കാല് വേദനിക്കാൻ തുടങ്ങി, ചേച്ചിക്കും കാല് വേദനിക്കാൻ തുടങ്ങി. എനിക്ക് ആ ഒരു പ്രശ്നമില്ല. എന്നാലും തന്നെ ഉണ്ണിക്കുട്ടനാണ് ആദ്യം എന്താ പറയുക ഭയങ്കര വിറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ ചളിയായിട്ട് എന്നെ എടുക്കുക പറഞ്ഞിട്ട് നിന്നേ. അമ്മൂട്ടിയാണെങ്കിൽ താഴെ ഇറങ്ങില്ല. പിന്നെ അവളെപ്പോഴും ആരുടെയെങ്കിലും ഒക്കെ കയറിയിരിക്കുമല്ലോ. അത് കാരണം കൊണ്ട് അവൾക്ക് വിഷയമില്ല. വിഷയങ്ങൾ മൊത്തം ഞങ്ങൾക്കായിരുന്നു. കാലിൽ ചെരുപ്പിടാന്ന് എല്ലാവരുടെ കാലിലും ചെരുപ്പിടും, ഞങ്ങളുടെ കാലിൽ മാത്രം ചെരുപ്പില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായത്. പിന്നെ അത് ഞങ്ങൾ അങ്ങോട്ട് കയറുന്ന വെച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനു വേണ്ടി ക്യൂ നിന്ന് ടൈം കളയണ്ടെന്ന് വെച്ചിട്ടാ. പിന്നെ അവിടെ നിറയെ ഈ കുട്ടി ഫ്ലേവർ ഇല്ലേ, ഒരു മഞ്ഞ കളറിൽ ആ ഒരു ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നേ, സെറ്റായിരുന്നത്. പിന്നെ അങ്ങനെ കണ്ടില്ലേ, ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു സമയത്ത് പോയതും. അവിടെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണില്ലെങ്കിൽ നമ്മൾ അവിടെ റിയലി പോകുമ്പോൾ പറയുക നല്ല ബ്ലൂ കളറിലായിരുന്നു ആ മലയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം തന്നെ നമുക്ക് ചെറിയൊരു ബ്ലൂയിഷ് കളർ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ റിയലി കാണുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയാണ്. അപ്പം ചേച്ചി പറഞ്ഞു എന്നെ ഒന്ന് വീഡിയോ എടുക്കടാ, നീ എന്തായാലും എടുക്കണ്ടല്ലോ, എന്നെ വീഡിയോ എടുക്കുക. അപ്പം ഞാൻ ചേച്ചിനെ അങ്ങനെ എടുത്താണ്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ അടുത്തെത്താൻ ഇപ്പോൾ വേഗം നടക്കുക എന്ന് വെച്ചു. അവിടെ നിൽക്കണ കണ്ടിട്ട് അതാണ് എൻ്റെ അനിയൻ വിഷ്ണു എന്നാ പേര്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്
പിന്നെ ചേച്ചിയുടെ മോന് അവിടെ ഉണ്ട്. ഇത് ഇപ്പുറത്തൊരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ചേച്ചീൻ്റെ ഇപ്പുറത്ത് നടക്കണില്ലേ, ലെഫ്റ്റ് സൈഡിൽ, അത് ചേച്ചിയുടെ മോനാണേ, ചെറിയ മോനാണേ. മൂത്ത മോൻ വന്നിട്ടില്ല, അച്ചു വന്നിട്ടില്ലായിരുന്നു. സച്ചു എന്ന പേര്. അപ്പോൾ സച്ചുട്ടി മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ അവിടെ എത്തി, ആദിയോഗിയിലെത്തി. എന്ത് രസമല്ലേ കാണാൻ, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ശരി ടോയ്ലറ്റിലേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ പോയി. അപ്പോഴേക്കും വണ്ടിയൊക്കെ അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് അതിൽ കൂടെയൊക്കെ വണ്ടി വരുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ കണ്ടില്ലേ, ആ കണ്ടപ്പോൾ തന്നെ എന്തൊരു രസമാണ്, ആകാശം കാണാൻ തന്നെ എന്ത് രസമാണ്. ആ ഒരു കാർമേഘം മൂടി നിൽക്കുന്നത് കാണാനല്ലേ, എന്ത് രസമാണ്. അയ്യോ സെറ്റ്. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ പിന്നെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീനെ ഒന്ന് വീഡിയോ എടുക്കുക. ചേച്ചി അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, പാവം. അപ്പം അങ്ങനെ കണ്ടില്ലേ, ഇവിടെ മൊത്തം ചളിയാണ്. അതാണ് ആ കളുമ്പായത്. ആ ചളിയിലൂടെ തന്നെ ചെരിപ്പെടാതെ നടന്നു പോയ ആ ഒരു സീൻ ആലോചിക്കുമ്പോഴേ ശരി സാരില്ല, വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നു. ഞങ്ങളങ്ങനെ അവിടെ പിന്നെ നമുക്ക് 7 മണിക്ക് ലൈറ്റ് ഷോ ഉണ്ടല്ലോ, ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. പിന്നെ അങ്ങനെ ഇരുട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ കൃത്യം അവർ 7 മണിക്കല്ലേ അത് ഇടുള്ളൂ, ലൈറ്റ് ഷോ ഇടുള്ളൂ. അപ്പോഴേക്കും അമ്മൂട്ടിനെ കുറച്ച് നേരം അമ്മടയിൽ കൊടുത്തു. കാരണം എനിക്കിപ്പോൾ വീഡിയോ എടുക്കണം. പിന്നെ എൻ്റെ കൈ ഭയങ്കരമായിട്ട് കടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് മാറുന്നില്ല, അങ്ങോട്ടേക്ക് മാറുന്നില്ല, ആരുടെ അടുത്തും പോകണമില്ല. അപ്പം അങ്ങനെ ആയി. പിന്നെ കുറേ നേരം നിന്നു. സംഭവം എന്താ വെച്ചാൽ ലൈറ്റ് ഇടാനായ കാരണം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റണ്ട. അത് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ്. അങ്ങോട്ട് പോകാനും പറ്റിയില്ല. അവിടേക്ക് വെറുതെ ജസ്റ്റ് പോയുള്ളൂ, ജസ്റ്റ് നടന്ന് പോയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ്. പിന്നെ ചേച്ചി, ഞാൻ, ആര്യ എല്ലാവരും കൂടി നിൽക്കുന്നത്, അനിയൻ നിൽക്കുന്നുണ്ട്, അമ്മ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ അവിടെ നിന്ന് രാത്രി ആയപ്പോൾ വീട് അത്ര ക്ലിയർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. ചേച്ചി ഇടയിൽ കൂടെ നോക്കുകയാണേ. ആര്യ അപ്പോഴേക്കും ചേച്ചിനെ വന്ന് കെട്ടി. പിന്നെ എന്താ കോമഡി എന്ന് പറഞ്ഞാൽ ചേച്ചീൻ്റെ ഒരു ഡാൻസ്, ചേച്ചി വെറുതെ ഒന്ന് കളിച്ചതാണ്. അതിനുശേഷം ഒരു അനിയത്തിൻ്റെ ഡാൻസും കൂടി വരുന്നുണ്ടേ. ഇനി ആര്യ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആര്യ ഡാൻസ് കളിക്കുന്നതൊക്കെയോ. അവർക്ക് അവിടെ ഞാൻ പറഞ്ഞാണ് നന്നായി ഡാൻസ് കളിച്ചോ, ഞാൻ വീഡിയോ എടുക്കാം, നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അവർക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നിട്ടും അവൾ കുഴപ്പമില്ലാതെ കളിക്കുകയൊക്കെ ചെയ്തു, ചെറിയ രീതിക്കൊക്കെ ഒന്ന് കളിച്ചു. എന്നാലും അവൾക്കൊരു ചമ്മൽ. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. ഒരുപാട് പേര് ഇവിടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോഴെന്നാലും അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവളത് ചെയ്തില്ല. പിന്നെ അതിന് ശേഷം നമ്മുടേത് ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോഴും അമ്മുക്കുട്ടീൻ്റെ ഒക്കെ തന്നെ അവൾ മാറുന്നില്ല, കയ്യിൽ നിന്ന് ഇറങ്ങണമില്ല, ആരുടെ അടുത്ത് പോകണമില്ല. അതുകൊണ്ട് എന്തായി, ഈ ലൈറ്റ് ഷോ നേരെ എനിക്ക് എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മുക്കുട്ടി കരയാൻ തുടങ്ങി. പിന്നെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു എൻ്റെ കാലിൽ ചളിയാവണം, എന്നെ എടുക്കുക വേണ്ട. പിന്നെ കുറച്ച് നേരം അവനെ എടുത്തു. അമ്മുക്കുട്ടനെ എങ്ങനെയൊക്കെയോ മാമൻ്റെ കയ്യിലൊക്കെ കൊടുത്ത് പിന്നെ അവനെ എടുത്തു. പിന്നെ അതിന് ശേഷം ഇതപ്പോൾ ലൈറ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ആ ഒരു നമ്മുടെ ആദിയോഗി ഇരിക്കുന്ന ആ ഒരു ധ്യാനം ഇല്ലേ അവിടേക്ക്. പക്ഷെ അവിടേക്ക് പ്രവേശനം ഈ സമയത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ തുടങ്ങി. അപ്പോഴും ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് മഴ തൂളുണ്ടായിരുന്നു, തുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അത് കാര്യമാക്കിയില്ല. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ കുട പിടിച്ച് ശരിയാവില്ല എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി. ഉണ്ണിക്കുട്ടൻ കണ്ടില്ല, ഉണ്ണിക്കുട്ടൻ അതാ പോകുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ. അപ്പം അങ്ങനെ നടന്ന് അമ്മൂട്ടിനെ പിന്നെ അമ്മ എടുത്തു. കാരണം എനിക്ക് വേഗം എടുത്തിട്ട് നടക്കാൻ കഴിയില്ല. അവൾ എന്നോട് എടുക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ കൈ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് പിന്നെ ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ചിട്ട്, ചായ കുടിക്കാൻ അവിടെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോകണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് ഇതെവിടെയാണ്, അപ്പോൾ ചായ ഒന്ന് കുടിച്ച്, ചായ വല്ല കടി എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വെച്ചിട്ട്. ഞാൻ ചായ അല്ല കേട്ടോ കുടിക്കുക, ഞാൻ കാപ്പിയാണ് കുടിക്കുക. എൻ്റെ ഫേവറേറ്റ് കാപ്പിയാണ്, ഞാൻ ചായ കുടിക്കാറില്ല. അപ്പോൾ ഈ ബ്രൂ, ടാറ്റ, ഇൻസ്റ്റൻറ്റ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചായ അല്ല കാപ്പിയാണ് കുടിക്കുക. അപ്പോൾ അതുകൊണ്ട്
പിന്നെ ഉണ്ണിക്കുട്ടൻ ആ ഒരു നമ്മൾ കഴിക്കുന്ന സാധനമില്ലേ, എന്താ പറയുക, നമ്മൾ പൊതുവെ പറയും കുതിരവണ്ടി ചക്രം എന്നൊക്കെ പറയും അതിന്. അപ്പോൾ ആ സംഭവം വാങ്ങിച്ചിട്ട് 2 വാങ്ങിച്ചു. 2 വാങ്ങിച്ചിട്ട് അവർ വേറൊന്ന് മേടിച്ചു, ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് മേടിച്ചു. അങ്ങനെ മേടിച്ച് ഒന്ന് ഉണ്ണിക്കുട്ടൻ കഴിച്ചു, പിന്നെ ഒന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ദാ മോൾക്ക് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവളാണെങ്കിൽ പാല് കുടിക്കണില്ല, ഈ സംഭവം കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് എന്താ ചെരിഞ്ഞു പോയത്. അപ്പം അങ്ങനെ അപ്പം കാപ്പി കുടിക്കുമ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം മതി, പാലോ കാപ്പിയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീം അല്ല, അതൊരു നമ്മുടെ ഇതില്ലേ കോണ് അതുപോലെ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിറാണ്ട നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ച് കട്ടയാക്കി ഉണ്ടാകുന്ന ആ ഒരു അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് അവൻ മതിയാക്കിയപ്പോൾ അവനത് പറ്റാണ്ടായപ്പോൾ പിന്നെ അവന് മാമനെ കൊടുത്ത് മാമ കഴിച്ചു. പിന്നെ അതാ ഉണ്ണിക്കുട്ടൻ ഞങ്ങളെല്ലാവരും കൂടി ഇട്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം അവിടെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. അവിടെ കണ്ടില്ല, ആ ഒരു നമ്മളെ സ്ലേറ്റിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ MRP ടീ 10, കോഫി, പൂരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും അമ്മുക്കുട്ടി അമ്മയുടെ ഒക്കത്ത് കയറിയിട്ടാ. അവൾക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, അവൾക്ക് താഴെ നിൽക്കേണ്ട കാര്യമില്ല, നടക്കാനാവണേ ഉള്ളേ. അപ്പം അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കണം അവളെ. അപ്പം അതുകൊണ്ട് ചേച്ചി നോക്കിയിട്ട് എന്തോ പറയണം അവിടെ. ഉണ്ണിക്കുട്ടൻ ചാടിക്കളണ്ടേയിരിക്കും. ഉണ്ണിക്കുട്ടൻ എന്താന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ എവിടെയും ചാടിക്കൊണ്ടേയിരിക്കും. അത് കാരണം കൊണ്ട് 2ാം ക്ലാസ് എത്തിയിട്ടുള്ള ആൾ ഹൈറ്റ് വന്നു കേട്ടോ. പിന്നെ അവിടെ രാകേഷും സച്ചുവും വിഷ്ണുവൊക്കെ കൂടിയിട്ട് എന്തോ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. എന്തോ ഒരു സാധനം കഴിക്കാൻ. കണ്ടില്ലേ, അവിടെ ആ ഭാഗത്ത് ബസ് ഉണ്ട് കേട്ടോ. ഞാനിതിന് മുന്നൊന്നും പോയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവിടെ ബസ് റൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് തന്നെ. നമ്മുടെ ആദിയോഗി ഇഷായോഗൻ്റെ ഫ്രണ്ടിൽ അവിടെ ആയിട്ട് ബസ് റൂട്ട് ഇവിടെ തന്നെ ഉണ്ട് അത്ര. ഗാന്ധിപുരത്തേക്ക് മാത്രമാണ് പറഞ്ഞു. പിന്നെ ഒരു തമാശ വെക്കണ, ഒരു തമിഴർ ടീമുകാരിങ്ങനെ പോകുമ്പോൾ അമ്മൂട്ടിനെ എടുത്തൊക്കത്ത്. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടില്ല. മേമേ പറഞ്ഞത് എന്നോട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ആ ഭാഗത്തെത്തി. കണ്ടില്ലേ, അവിടെ ഒരു ശിവൻ്റെ ഒരു പ്രതിമ, ആ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കണ്ടില്ല, അവിടെയൊക്കെ നിറയെ നമ്മുടെ കാളകളാണേ. മഹാദേവന് കാള പ്രിയനാണല്ലോ. അപ്പോൾ കാള ഉണ്ടായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ അവിടെ ധ്യാനത്തിനൊക്കെ ചിലപ്പോൾ ഗോമൂത്രം അങ്ങനെ കാര്യങ്ങളൊക്കെ ആവശ്യം വരുമായിരിക്കും. സോ അതുകൊണ്ടാണ് അവർ അവിടെ വളർത്തിക്കുന്നത്. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ഇതായിരുന്നു, ആ ഒരു വിചാരം. എനിക്ക് അങ്ങനെ അറിയുള്ളൂ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് നടന്ന് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി പറഞ്ഞു, എന്നാൽ പോവാം, നമുക്ക് ഇറങ്ങാം എന്ന് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് പോയി. പിന്നെ വീണ്ടും നമ്മൾ ആദിയോഗി നമ്മുടെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ആ ഒരു വലിയ പ്രതിഷ്ഠയുടെ അടുത്തെത്തി. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് വീഡിയോ. പിന്നെ മാങ്ങ എന്തോ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് കയ്യിനെയൊക്കെ വായിലിട്ട് നക്കുണ്ടായിരുന്നു ആള്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ശരി എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളതിനെ നടക്കണം. പതുക്കെ നടന്ന് പിന്നെ അവിടെ നിന്ന് വരുന്ന സമയത്ത് പുറകിലോട്ട് വരുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ പതുക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ചെരുപ്പില്ലല്ലോ കാല് ചെരുപ്പില്ലാത്തതുകൊണ്ട് കാല് നല്ല പെയിനായിരുന്നു. പിന്നെ അതിന് ശേഷം ആ കല്ലിലൂടെ അങ്ങനെ നടന്ന് വേഗം നടക്കാം. പിന്നെ ആ മഴക്കോൾ ഇത്തിരി കൂടുതലായിട്ടാണ്, നല്ല കാറ്റായിരുന്നു, അടിപൊളി കാറ്റ് പറഞ്ഞാൽ എന്ത് രസമാണ് കാറ്റ്. എൻ്റെ കൃഷ്ണ, നമ്മളടക്കം പാറിപ്പോണ മാതിരിയുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ അങ്ങനെ കാറ്റടിക്കാൻ തുടങ്ങി. ചെറിയ മഴ തൂളാനും കാറ്റടിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ അതാ കണ്ടില്ലേ, കൊടയൊക്കെ പിടിച്ച് അവൾ പിന്നെ ആടിക്കുഴഞ്ഞ് അങ്ങനെ വരുമായിരുന്നു. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു, കണ്ടില്ലേ, മുടിയൊക്കെ നന്നായി പറക്കണ കണ്ടില്ലേ. നല്ല മഴ വരാനുള്ളൊരു ലക്ഷണവും നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, അപ്പോൾ അവളതാ ടാറ്റയൊക്കെ തരുന്ന കണ്ടില്ലേ, ഹായൊക്കെ തരുന്ന കണ്ടില്ലേ. പിന്നെ അങ്ങനെ ഞങ്ങളത് വണ്ടി ഇങ്ങോട്ട് പറയാൻ മറന്നുപോയി. അവനപ്പോഴേക്കും ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയേ പറ്റൂ. അപ്പോൾ ഇനി അങ്ങനെ പതുക്കെ ഞങ്ങളങ്ങനെ നടക്കാറുണ്ട്. എന്തായാലും ഞാൻ അവിടെ എൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇഷായോഗൻ്റെ ആ എൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്താണ്. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പകുതി എത്തി ഞങ്ങൾ അടയാർ ഹോട്ടലിലെത്തി ഫുഡ് കഴിക്കണ്ടേ.
വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നും പോയ സമയത്ത് ഞങ്ങൾ ഈ ഹോട്ടലിൽ തന്നെയാട്ടോ കയറുക. പ്യുവർ വെജിറ്റേറിയൻ ആണ്. അടയാറിൽ സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുറേ ആൾക്കാർക്ക് വന്നാൽ നമുക്ക് സെറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി ഹോട്ടലാണേ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളങ്ങനെ ഹോട്ടലിലേക്ക് ഇനി ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്, അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അടിപൊളിയായിരുന്നു. AC കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും തന്നെ ഈ ഒരു ഹോട്ടലിലേക്ക് ഇവിടെ മധുരയ്ക്കോ എവിടേക്കെങ്കിലൊക്കെ പോയി വരുന്ന സമയം ഇവിടേക്ക് കയറിക്കോ. അടിപൊളി ഹോട്ടലാട്ടോ, സെറ്റാണ്. എത്ര പേർക്ക് പോയാലും ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളും, ഫാമിലി ആണെങ്കിലും ആർക്കാണെങ്കിലും ഇരിക്കാൻ പറ്റും. നല്ല സെറ്റായിട്ടാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ് ഒരുപാട് നേരമൊന്നും ആകില്ല, വേഗം തന്നെ കൊണ്ടുതരും. നമ്മളിപ്പോൾ ചില ഹോട്ടലുകളിൽ പോയി പറഞ്ഞാൽ ചിലപ്പോൾ വൈകും. എന്ന് വെച്ചാൽ നമ്മൾ പോയിരുന്ന് ഓർഡർ കൊടുത്തതിന് ശേഷം ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് എത്തുന്നത്. ഇത് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ഒരു ഏറിപ്പോയി 5 മിനിറ്റ്, 5-10 മിനിറ്റ്, 10 മിനിറ്റും ആയില്ല, അതിന് മുന്നേ ഫുഡ് കാര്യങ്ങളൊക്കെ വന്നു. ഞങ്ങൾ ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചോദിക്കുക ചോറ് വല്ലതും ഉണ്ടാകുന്നു, ചോറ് വല്ല ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ മാം ഈ സമയത്ത് അതൊന്നും ഇല്ല, പൂരി ഉണ്ട്, ചപ്പാത്തി അങ്ങനെയൊക്കെയാണ്, പൊറോട്ട എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അയ്യോ എനിക്ക് അത്ര ഹെവി ഒന്നും വേണ്ട, എനിക്ക് ലൈറ്റായിട്ട് വല്ല റോസ്റ്റാ ദോശ അങ്ങനെ. ഞാൻ റോസ്റ്റ് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും റോസ്റ്റ് തന്നെ ആയി. എനിക്ക് പ്ലെയിൻ റോസ്റ്റ് മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ രാകേഷ് മാത്രം, അനിയൻ്റെ ഫ്രണ്ട്, അവൻ മാത്രം എന്താ കഴിച്ചു, ചപ്പാത്തി കഴിച്ചു. കറി എന്തെന്ന് ഞാൻ നോക്കിയില്ല, ചപ്പാത്തി കഴിച്ചു. അപ്പോൾ അവരൊക്കെ കൂടി അവിടെ ഇരുന്നു. പിന്നെ അമ്മൂട്ടിക്ക് ഉറക്കം വന്നു കേട്ടോ. അമ്മൂട്ടി പിന്നെ ഉറക്കം വന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ദോശ പറഞ്ഞപ്പോൾ പിന്നെ ദോശ തന്നെ അവൾക്ക് വാരി കൊടുത്തു. കുഴപ്പമില്ല, നല്ല അടിപൊളി ഹോട്ടലും കാര്യങ്ങളും സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, നല്ല ഒരു സ്ഥലം. ഇതാണ്ടില്ലേ ഞങ്ങളുടെ ദോശ എത്തി. ദോശ, ചട്നി, സാമ്പാർ, പുതിന ചട്നി ഉണ്ടായിരുന്നു, സാദാ ചട്നി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ദോശ കൊണ്ടുവന്നു. പുതിന ചട്നി ഉണ്ടായിരുന്നു, വേറെ തക്കാളി ചട്നി ഉണ്ടായിരുന്നു, നോർമൽ ചട്നി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. ഇത്രയും പോരെ നമുക്ക് കഴിക്കാം. ഞാൻ ആകെ അതിനകത്ത് പുതിന ചട്നി എടുത്തു, സാമ്പാർ എടുത്തു. സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ. പുതിന ചട്നി അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും മേമയും ഞങ്ങൾ ആര്യയും വിഷ്ണു ഞങ്ങളെല്ലാവരും ഇതന്നെ പറഞ്ഞു, റോസ്റ്റ് തന്നെ പറഞ്ഞു. റോസ്റ്റും തോരം വലിപ്പമായിരുന്നു, നല്ല മൊരിയിച്ചിട്ടൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ കഴിച്ച് സെറ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എന്താ സംഭവം പിറ്റെന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടൻ ആദ്യം പറഞ്ഞു എനിക്ക് ഷേക്ക് വേണമെന്ന്. സംഭവം എന്താ വെച്ചാൽ ഷേക്ക് കിട്ടിയില്ല, ഐസ്ക്രീം ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന്